ജീവിതവും ജീവനും, അതാണ് രക്ഷയും അഭിലാഷവും. ഇത് രണ്ട്. ഇപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ജീവനെ സംബന്ധിക്കുന്നതും അഭിലാഷം എന്ന് പറയുന്നത് ജീവിതത്തെ സംബന്ധിക്കുന്നതുമാണ്. ജീവൻ്റെ നിലനിൽപ്പാണ് ജീവിതം, ഐഹിക ജീവിതത്തിൻ്റെ ഭൗതിക നിലനിൽപ്പ്. ഐഹിക ജീവിതത്തിൻ്റെ ജീവൻ്റെ ഐഹിക നിലനിൽപ്പും ഭൗതികമായിട്ടുള്ള അതിൻ്റെ മെയിൻ്റെനൻസുമാണ് ജീവിതമെന്ന് പറയണത്. ഇതിന് വേണ്ടത് അഭിലാഷങ്ങളാണ്, ആഗ്രഹങ്ങൾ. ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. അതായത് ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആഗ്രഹങ്ങളാണ് ഫിസിക്കൽ ഫേവേഴ്സ്. അതിന് നമ്മൾ ബ്ലെസ്സിങ്സ് എന്ന് പറയും, അതിന് മലയാളത്തിൽ നമ്മൾ അനുഗ്രഹങ്ങളെന്ന് പറയും. ജീവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടത് കൃപയാണ്. ജീവന് കൃപയും ജീവിതത്തിന് ബ്ലെസ്സിങ്സുമാണ്. മാറിപ്പോരുത്. ആധ്യാത്മിക ശാസ്ത്രം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. ജീവന് വേണ്ടത് കൃപ, അതിന് ശക്തി. അപ്പോൾ ഈ ജീവന് പരിപോഷണം കിട്ടാനും ജീവിതത്തിന് പരിപോഷണം കിട്ടാനും മെത്തേഡ് വ്യത്യാസമാണ്. 2 തരം മെത്തേഡാണ്. ജീവിതത്തിൻ്റെ സിമ്പിളാണ്, അവൻ പറയണ പോലെ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം ലൈറ്റ് വേർഡ് ഓഫ് ഗോഡേ ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? ജീവിതത്തിൻ്റെ അകത്ത് ജീവനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ളത് ആ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കഠിനമായ വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. വേർഡ് ഓഫ് ഗോഡ് തന്നെ 2 ഉണ്ട്. എന്തൊക്കെയുണ്ട്? ദൈവവചനങ്ങൾ 2 ജാതിയുണ്ട്. എന്താണ്? ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന, അഭിലാഷങ്ങളെ സാധിക്കുന്ന, നിത്യജീവിതത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ലഘുവചനങ്ങൾ. ആ ഒരു ലഘുവചനങ്ങൾ ജീവിച്ചു പോയാൽ തന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം, IELTS, MOH, ഹാദ്, നമ്മുടെ ജീവിതം, ആരോഗ്യമെല്ലാം സാധിക്കും ലഘുവചനങ്ങൾ. ചില വചനങ്ങൾ കട്ടിയാകുമ്പോൾ ഓർക്കുക, അത് ജീവനെ പരിപോഷിപ്പിക്കാനുള്ളതാണ്. അത് നിത്യജീവനായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ വചനങ്ങൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് എനർജി കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കുർബാനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യോഹന്നാൻ 6:60. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ലെന്ന്. അത് പറഞ്ഞ് യോഹന്നാൻ 6:60 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അതായത് ഇത് മനസ്സിലാക്കാൻ, കേൾക്കാൻ പോലും കഴിയത്തില്ലെന്ന്. ആ വചനങ്ങളാണ് കഠിന വചനങ്ങൾ. എന്താണ് കേൾക്കാൻ പോലും മനസ്സിലാക്കാത്ത വചനങ്ങൾ? അത് ജീവൻ്റെ വചനങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള വചനങ്ങളാണ്? കഫർനാമിൽ വെച്ച് ഈശോ സംസാരിച്ച സിനഗോഗിൽ വെച്ച്. ഞാൻ ആ സിനഗോഗിൽ പോയിട്ടുണ്ട്. ഞാൻ ആ സിനഗോഗിൽ പോകുമ്പോൾ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. കർത്താവ് കൃപാനെക്കുറിച്ച് പറഞ്ഞ സ്ഥലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ആ കഫർനാം സിനഗോഗിൻ്റെ ഇന്നത്തെ അവസ്ഥ, അവിടെ അതൊരു ടൂറിസ്റ്റ് ലാൻഡാണ്. അവിടെ ഇപ്പോൾ വീട് താമസങ്ങളൊന്നുമില്ല. ഗലീല കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് ഉള്ള വീടാണ് കഫർനാം സിനഗോഗ്. ആ സിനഗോഗിൻ്റെ ഫ്രണ്ടിലാണ് പത്തോസിൻ്റെ വീടുള്ളത്. അതൊക്കെ ഇപ്പോഴും ഉള്ളതാണ് അതൊക്കെ. അപ്പോൾ ഈ സിനഗോഗിൽ ചെന്നപ്പോൾ എനിക്കാണെങ്കിൽ ഉള്ള കുഴപ്പം, എനിക്ക് വെയിൽ കൊള്ളാൻ പാടില്ല. ഞാനെപ്പോഴും തൊപ്പി വെച്ചുകൊണ്ട് നടക്കത്തുള്ളൂ. ചെറിയ മഴ കൊള്ളാൻ പോലും പാടില്ല. പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ കഫർനാം സിനഗോഗിൻ്റെ ഇപ്പോഴേ ഈ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. കുറേ വർഷം പഴക്കമുള്ള ആ സിനഗോഗ് അവിടെ താഴെ ഭൂമി തുരന്ന് വെച്ചിട്ടുണ്ട് ആർക്കിയോളജിക്കാരെ. അപ്പോൾ അതിൻ്റെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന സിനഗോഗിൻ്റെ പൊടി കല്ലുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്ത് ഉൾപ്പെടെ ഓരോ കാലഘട്ടങ്ങളിൽ അത് പുതുക്കി പണിതതിൻ്റെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിന് തന്നെ ഒരു 10,000 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ അതിൻ്റെ മേൽത്തട്ടിയില്ല, മറിച്ച് 4 മൂലക്ക് ഭിത്തിയേ ഉള്ളൂ. അപ്പം നല്ല വെയിൽ വീണിട്ടുണ്ട് അതിൻ്റെ അകത്ത്, നല്ല ചൂടുമാണ്. പക്ഷേ കർത്താവ് സിനഗോഗിൽ നിന്ന് സംസാരിച്ച സ്ഥലം, ഞാൻ ഈ സിനഗോഗിൽ പോകുന്ന കാരണം കഴിഞ്ഞ മാസവും പോയായിരുന്നു. എറണാകുളത്ത് ഒരു പഴയ സിനഗോഗുണ്ട്, അവിടെ പോയായിരുന്നു. യഹൂദന്മാരുടെ പള്ളിയാണ്. അപ്പം ആ സിനഗോഗിൻ്റെ അവിടെ കർത്താവിൽ നിന്ന് സംസാരിക്കുന്ന സ്ഥലം എനിക്കറിയാം. സിനഗോഗിൻ്റെ പുൾപ്പിറ്റുള്ള സ്ഥലം അറിയാം. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട്, കർത്താവേ, നീ ഇവിടെ നിന്നല്ലേ കുർബാനയെക്കുറിച്ച് സംസാരിച്ചത്? ഞാൻ കുർബാന കൈകാര്യം ചെയ്യുന്ന നിൻ്റെ ദിവരഹസ്യത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകനാണ്, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ 40 മിനിറ്റ് അവിടെ കിടന്ന് തല എടുത്ത് ആ ചുട്ടുപൊള്ളുന്ന തിണ്ണയിൽ വെച്ചുകൊണ്ട് വെയിലും കൊണ്ട് 40 മിനിറ്റ് കിടന്ന് അവിടെ. എനിക്കറിയാം ആ സ്ഥലം എന്താണെന്ന്. അവിടെ വെച്ചാണ് കർത്താവ് പറഞ്ഞത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു.
അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ജീവൻ്റെ വചനമാണത്. അതാണ് ഈശോ 6:35 തൊട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6:35 തൊട്ട് 57 വരെ പറയണത്. അതാ കഫർനാം സിനഗോഗിൽ ഞാൻ നെറ്റിവെച്ച് 40 മണിക്കൂർ വെയിലത്ത് കിടന്ന സ്ഥലത്ത് നിന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷെ ആ പറഞ്ഞ് കേട്ടപ്പോൾ അന്നത്തെ ആൾക്കാരെന്താ പറഞ്ഞത്? ഈ വചനം കഠിനമാണ്, ആർക്കിത് മനസ്സിലാക്കാൻ കഴിയും? പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോടും കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. ഡു യു ഓൾസോ വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. കൈയിട്ടിച്ച് കർത്താവ് ജീവൻ്റെ വചനം കഠിനമായിരിക്കും. ദയപൈതരെ, നിൻ്റെ ജീവിതത്തിൽ ഒരു വചനം പാലിക്കാൻ കഠിനമാണെന്ന് തോന്നുക. അപ്പോൾ നീ ഓർക്കണം, ഇത് കഠിനമാണല്ലോ, ഇത് നടക്കത്തില്ലല്ലോ, ഇതെങ്ങനെ ഞാൻ പാലിക്കും, എനിക്ക് സാധ്യമല്ലോ എന്ന് തോന്നിയാൽ നീ വിചാരിക്കണം, ഇത് അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളതല്ല, നിത്യജീവിതത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ച കൃപയുടെ വചനങ്ങളാണ്. കൈയിട്ടിച്ച് കർത്താവ് എങ്കിലും സ്നേഹത്തിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ ഉള്ളിൽ ദൈവസ്നേഹം തോന്നിയെങ്കിൽ അത് തന്നെയാണ് ദൈവസ്നേഹം. അത് നഷ്ടപ്പെടാതെ ആ ദൈവസ്നേഹത്തോടെ നീ ഉടമ്പടി അനുവർത്തിച്ചാൽ മതി. അപ്പോൾ നിൻ്റെ അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ കഠിനമായ വചനങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നോ കഴിഞ്ഞാൽ നിത്യജീവൻ കിട്ടുമെന്നോ ഇതൊരു മാത്തമാറ്റിക്കൽ ചെയ്യേണ്ടതെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കഠിനമായ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി സത്യസന്ധമായ ശ്രമം നമ്മൾ നടത്തിയാൽ നമുക്ക് ജീവൻ്റെ കൃപ, നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാൻ, നിത്യതയിൽ കർത്താവിനെ അനുഭവിക്കാൻ, നിത്യമഹത്വത്തിൻ്റെ അവകാശികളാകാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നത് കാര്യം ദൈവം സത്യസന്ധനായതുകൊണ്ട് മനസ്സിലാക്കാം. എന്താണ് കഠിനമായ പദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മർക്കോസിൻ്റെ മത്തായിയുടെ സുവിശേഷം 5:23 എടുത്ത്. മത്തായി 5:23, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ പറയുക, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോഴേ ഭിന്നതയിലിരിക്കുന്ന വ്യക്തിജീവിതം ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉടമ്പടിയിൽ എടുത്തിട്ടും ഇപ്പോഴും ഭിന്നതയിൽ കഴിയുന്നുണ്ടോ? നീ അങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കണമെന്നല്ല, അവരിങ്ങോട്ട് ഭിന്നിപ്പുണ്ടാക്കിയാൽ മതി. ചിലപ്പോൾ വസ്തു തർക്കമായിരിക്കും, ചിലപ്പോൾ അതുപോലെ അതിർത്തി തർക്കമായിരിക്കും, ചിലപ്പോൾ ഉദ്യോഗത്തിലെ വർക്ക് അറേഞ്ച്മെൻറ്റ് തർക്കമായിരിക്കും. എനിവേ, നിൻ്റെ സഹോദരനോട് നിന്നോട് എന്തെങ്കിലും പരിഭവം ഉണ്ടെന്ന് തോന്നിയാൽ, അയാൾക്ക് ഇങ്ങോട്ട് തോന്നിയാൽ മതി, എന്തു ചെയ്യണം? നീ തിരിച്ചു പോയി അയാളുമായി അനുരഞ്ജനപ്പെടണം. അപ്പോൾ നമ്മൾക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട്. അയാളത് മൈൻഡ് ചെയ്യത്തില്ല, അയാൾ ഉൾക്കൊള്ളത്തില്ല, അയാൾ എന്നെ അഭ്യാസം പറഞ്ഞ് ഓടിക്കും. അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിനറിയാം. നീ അങ്ങനെ ഒരു ഉദ്യമം നടത്തിയാൽ തീർച്ചയായിട്ടും നിനക്ക് തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ തിരിച്ചടി, ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചിട്ടും ഒരു വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയാൽ അതിന് പ്രതിഫലം കൊടുക്കേണ്ടത് ആരാണ്? ദൈവമാണ്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം ദൈവം പറഞ്ഞിട്ട് പാലിച്ച് നമ്മൾ തിരിച്ചടി വാങ്ങിച്ചിരിക്കേണ്ടതാണ്. ദൈവം സത്യവാനും നീതിയായതുകൊണ്ട് തീർച്ചയായിട്ടും നീതിവാന്മാരുടെ പുനരുദ്ധാന ഘട്ടത്തിൽ നമ്മൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. കാര്യം കർത്താവിന് കുറേ വചനങ്ങളില്ലേ, അതെല്ലാം കേൾക്കുമ്പോൾ തന്നെ കഠിനമാണ്. എന്താണ്?
നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, ആരാധന. മത്തായി 5:40. മത്തായി 5:40. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. Praise Lord. ഇതെന്ത് വചനമാണ്? കഠിന വചനമാണ്, ലഘുവചനമല്ല, എളുപ്പമല്ലല്ല നടത്താൻ. നിന്നോട് വ്യവഹരിച്ചാണ് കേസ്. നിന്നെ പ്രതിയാക്കി കേസിന് പോയി. പണ്ട് ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്തെ, ഇപ്പോഴല്ലേ സർവത്ര ഉടുപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വളരെ അപൂർവമായിരുന്നു. സ്ക്രൈബന്മാർക്കും ലോഡ്സിനൊക്കെയാണ് ഉടുപ്പുണ്ടായിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അത്യാവശ്യം മറക്കാനൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു ഉടുപ്പിനൊക്കെ ഭയങ്കര വിലയാണ്. അത് നഷ്ടപ്പെട്ട കേസിന് പോകും. അതാണ് നിന്നോട് വ്യവഹരിച്ച് കേസിന് പോയാൽ, നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ നോക്കിയാൽ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? മേലും കൂടി കൊടുക്കുക. ഇത് എത്ര ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും? ഇക്കണോമിക്കലി സ്പീക്കിംഗ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? 100 പേര് ഇത്രയും കൃത്യമായിട്ട് ഇതിൻ്റെ നമ്മളോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുന്നതിന് മേലേക്ക് കൂടി കൊടുത്തിട്ട് പോരാൻ ആർക്ക് പറ്റുമോ? പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ സൂര്യൻ എന്ന് പറഞ്ഞ ടാർഗറ്റ് ഇല്ലേ, നിത്യത്തിന് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആർജിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും. ഇപ്പോൾ വചനം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് കൃപ ടാപ്പ് ചെയ്യണത്. ഇതിൻ്റെ നമുക്ക് ലഭിക്കുന്ന കൃപയുടെ ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ബ്രാൻഡഡ് ആകണത്, ഗ്രേഡഡ് ആകണത്, നക്ഷത്രമോ ചന്ദ്രനോ സൂര്യനൊക്കെ ആകണത്. കൃപയുടെ കാര്യമാണ് അവിടെ പറയണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അതിന് ദൈവം എന്താ ചെയ്യണത്? ഈ നക്ഷത്രമോ ചന്ദ്രനോ ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കൃപയാണ് വേണമെന്നുണ്ടെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? ദൈവം അതിനുള്ള ടെംപ്റ്റേഷൻസോ ട്രബിൾസോ അതുപോലെ തന്നെ ട്രബിൾസ് അല്ലല്ലോ, നമ്മളുടെ കുറേ പരീക്ഷണങ്ങൾ തരും, ടെസ്റ്റ് തരും. ഈ ടെസ്റ്റാണ് വിഷയീകരിക്കുന്നത്. ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ അനുജൻ പ്രശ്നം ഉണ്ടാക്കി അപ്പനെയും അമ്മനെയും കയ്യിലെടുത്ത്, അവസാനം നിനക്കറിയാം അവൻ്റെ സ്വഭാവം. അപ്പനെയും അമ്മനെയും കയ്യിലെടുക്കണത് അവരുടെ ജീവനാവശ്യം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ ഇവരെ ഇറക്കി വിടുകയുള്ളതെന്നറിയാം. അവസാനം ഈ അപ്പനെയും അമ്മനെയും നീ തന്നെ ചുമക്കണമെന്നുള്ളത് നിനക്കറിയാം. കാര്യം നീ ആ ചേട്ടൻ അനിയനും തമ്മിൽ എത്ര വർഷമാണ് ജീവിക്കുമ്പോൾ അനിയനെ അറിയാമല്ല. അനിയൻ്റെ സ്വഭാവം എന്താണെന്ന്, അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്വഭാവം എന്താ അനിയനെ അറിയാം. പക്ഷേ അപ്പനും അമ്മയും ഈ മക്കളെന്ന് പറയുമ്പോൾ അവർക്ക് വേറെ മൈൻഡ് സെറ്റാണ്. ഇളയ മക്കളോടാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ചെറുക്ക് മൂത്ത മക്കളോടായിരിക്കും സ്നേഹം. അപ്പോൾ ഈ സ്നേഹം കൂടണ കാരണം ഇവന്മാരുടെ തട്ടിപ്പൊന്നും ഈ മാതാപിതാക്കന്മാർക്ക് അറിയാൻ പറ്റത്തില്ല. കാണുന്ന പാട്ടൊക്കെ ഒപ്പിട്ട് കൊടുക്കും. മിക്കവാറും അവിടെ കയ്യിൽ തന്നെ ഇരിക്കും. ചെന്ന് ചതിക്കാനുള്ളവൻ ഒപ്പിട്ട് മേടിക്കും എപ്പോഴായാലും. അവരിങ്ങനെ ചതിക്കാനുള്ളവൻ എപ്പോഴും പേനയും പേപ്പറും കൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. അപ്പോൾ ഓർക്കുക ചതിക്കാനാണെന്ന്. അതങ്ങനെ ബുദ്ധിയും ബോധം ഉണ്ടാകണം. മാതാപിതാക്കന്മാർ ആയിട്ട് കാര്യമില്ല. പേനയും പേപ്പറുമായിട്ട് എപ്പോഴും മക്കളെ ഏത് മക്കളാണ് കൂടെ നടക്കുന്നത് അവൻ നിങ്ങളെ ചതിക്കും. 60% ചതിച്ചിട്ടുണ്ട്. വലിയ ലോണൊക്കെ എടുത്താൽ കൊണ്ടേ കുരുക്കി വെക്കും. അവനടക്കത്തില്ല. അവൻ നാട് വിട്ട് പോകും. വേണ്ട അടുത്ത അമ്മേൻ്റെ മസ്കറ്റിൽ പോയിരിക്കും. ഇങ്ങോട്ട് മരത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തുമില്ല. അപ്പോഴെന്ത് ഞൊട്ടി ബാങ്കുകാർ കൊണ്ടുപോകണേ പോട്ടെ, കാരണം ബാങ്കുകാരും കൂടി അവൻ ഞൊട്ടിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും അപ്പോൾ ഇതുപോലെ നമുക്കറിയാം. അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചതിക്കാൻ വേണ്ടിയാണ് ചെയ്യണമെന്നറിയാം. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഫറൻസ് ബുദ്ധിയല്ല. ഇവൻ ചതിക്കും, അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിവേചനം ഉണ്ടാകണം. പക്ഷേ ഇൻ കേസ് ചില സമയത്ത് ചില വചനങ്ങൾ ശരി, അവൻ അപ്പനെ നോക്കില്ല അമ്മനെ നോക്കില്ല, അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം അവൻ അടിച്ചു മാറ്റിയോ നാട് വിട്ട് പോയെന്ന് വിചാരിച്ചോ. ഇപ്പോൾ അപ്പനും അമ്മയും നോക്കാൻ ആരുമില്ല. അവരുടെ ജീവനാംശം അവകാശം അനിയൻ അടിച്ചു മാറ്റി, അവൻ നാട് വിട്ടും പോയി. ഇപ്പം എന്നാ പറ്റി? അപ്പൻ്റെ അമ്മയും ജീവനാംശം കൊടുക്കാത്ത നീ തന്നെ അപ്പനെ അമ്മനെ നോക്കേണ്ടി വന്നു. മനസ്സിലായ? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വിശ്വാസി കൈകാര്യം ചെയ്യണത്? അത് ഈ വചനം വെച്ചാണ്. എന്താണ്? നിന്നോട് ശണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി കൊടുക്കാൻ പറയും. ഈ വചനം കഠിനമാണ് ലഘുവാണ്? ജീവനാംശം അനുജൻ മേടിച്ചു,
പക്ഷെ അപ്പനെയും അമ്മനെ നീ നോക്കേണ്ടി വരും. ഈ വചനം കഠിനമാണ്, ലഘുവാണ്? കഠിനമാണ്. ഈ വചനം നമുക്ക് പാലിക്കാൻ പാടാണ്. പക്ഷെ പാലിച്ചാൽ എന്ത് കിട്ടും? നിത്യജീവൻ. കൈയടിച്ച് കർത്താവ് എല്ലാ ലഘുവചനങ്ങളും വചനം രണ്ട് വിഭാഗമാണ്. ഒന്ന് ലഘുവചനങ്ങളും കഠിന വചനങ്ങളും. ലഘുവചനങ്ങൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താണ് ലഘുവചനങ്ങൾ പാലിക്കുക. അവൻ പറയണ പോലെ ചെയ്താണ് കഠിന വചനങ്ങൾ പാലിക്കുക. രണ്ടും ഉടമ്പടിയാണ്. ഒന്നിൻ്റെ അത് നിത്യജീവൻ്റെ ഉടമ്പടി, രണ്ടാമത്തത് അനുദിന ജീവിതത്തിൻ്റെ ഉടമ്പടി. അപ്പം കഠിന വചനങ്ങൾ നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ നിനക്ക് പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിനക്ക് പാലിക്കാൻ പറ്റാത്ത വചനങ്ങൾ പ്രോജക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അത് നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് ദൈവസ്നേഹത്തോടെ എടുക്കണം. എന്ത് വശത്തിലാണ്? അതിൽ നിത്യജീവനുണ്ട്. വചനങ്ങളിലാണ് നിത്യജീവൻ വെച്ചിരിക്കുന്നത്, ഇല്ലേ? മത്തായി 5:39. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നടക്കാത്ത കാര്യങ്ങളാണ്. പ്രായോഗികമായിട്ട് നടക്കുക, നമ്മൾ വിടുക, നമ്മുടെ മുഖത്തോട്ട് അടിക്കും പാഴ്സൽ കൊടുക്കും. നമ്മൾ സ്വാഭാവികമായിട്ട് ദൈവത്തെ അറിയാം. ഈശോയ്ക്ക് ഇത് അറിയാൻ പാടില്ലാതാണ് എഴുതിയിരിക്കണമെന്നാണ് വിചാരിക്കണത്. ഈശോയ്ക്ക് അറിയാം ഇതൊന്നും നടക്കണ കാര്യമല്ലെന്നറിയാം. എന്താ കാര്യം? ഇത് ITIയുടെ ടെസ്റ്റല്ല, IASന്റെ ടെസ്റ്റാണ്. സൂര്യനിലേക്കുള്ള ടെസ്റ്റാണ്. സൂര്യകൃപ ലഭിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണിത്. കാര്യം അതിൻ്റെ അതാണ് ഈശോ പറഞ്ഞത്, ജീവനിലേക്ക് പ്രവേശിക്കുന്നവരോ ചുരുക്കം, നാശത്തിലേക്ക് പോകുന്നവരോ വിസ്തൃതം, അനേകം. കണ്ടില്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയൊക്കെ വരുമ്പോൾ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യാൻ നോക്കണം. കഠിന പദങ്ങൾ ഈസി പദങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പുട്ടടിക്കാനേ പറ്റത്തുള്ളൂ. കഠിന പദങ്ങൾ ക്രാക്ക് ചെയ്താൽ നിത്യജീവൻ കിട്ടും. ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണെന്ന് എനിക്കറിയാമല്ലോ. ഇപ്പം നിത്യജീവൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ കോംപ്രമൈസും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ഈ ലൈഫിൻ്റെ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്ന നിത്യതയുടെ ഒരു വലിയ മഹത്വത്തിൻ്റെ ജീവിതമുണ്ട് ദൈവവുമായിട്ട്. ഈ ജീവിതം നമ്മളിവിടെ എന്നോ നേടിയെന്ന് പറഞ്ഞാലും ഈ ജീവിതം നഷ്ടപ്പെട്ടാൽ പൗലോസ് പറഞ്ഞ പോലെ വരും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പ്രത്യാശ വെച്ചെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. 1 Corinthians 15:19 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 Corinthians 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അപ്പം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന മക്കളുണ്ട്. ഇപ്പം കാറൽ മാർക്സിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്, ഇല്ലേ? സർവ്വക്കാരിൽ പ്രത്യാശ വെച്ച ആൾക്കാരുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അതാണ് പൗലോസ് പറയണത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണ്. കാര്യം എന്താണ്? യേശുക്രിസ്തു പ്രത്യാശ വെക്കുന്നവൻ നിത്യജീവന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താൻ എന്നും കൂടെ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തെ അടിമുടി കൃപയാൽ ദൈവസ്നേഹത്താൽ നിറക്കണമേ. മക്കളെ, നമ്മ കണ്ട വചനം എന്താണ്? മത്തായി 5:39. എന്താണ്? നിന്നോട് 2 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ. അപ്പോൾ 5:40 കണ്ടത് അല്ലേ? 5:40 കണ്ടു. മത്തായി 5:39 കണ്ടു. ഒരു ചികിടത്തടിക്കണവന് മറുചികിട് കാണിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഈ ചില സമയത്ത് അക്രമിയെ എതിർക്കരുതെന്ന് കൃത്യമായിട്ട് വചനം പറയും. അപ്പം നമുക്ക് പറയും, അവൻ അക്രമിയെ എതിർത്തില്ലെങ്കിൽ അവൻ നമ്മുടെ തലയെ ഞൊട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും. അപ്പോഴെന്നെ സമയത്ത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഠിന പദമാണ്. കഠിന പദത്തിൻ്റെ ഉദ്ദേശം ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യതയാണ്. ഈ കഠിന പദങ്ങളെ ക്രാക്ക് ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. അതറിയണമെങ്കിൽ 5:38 വായിച്ച് ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 5:38
അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. Praise the Lord. അതാണ് സംഭവം. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. കാരണം എന്താണ്? 5:38 മത്തായി യോഹന്നാൻ എന്താണ് അതിൽ പറഞ്ഞ? അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നു. വചനത്തിൽ ഉള്ളത് നമ്മൾക്ക് കിട്ടാൻ എന്താ മാർഗം? വചനം ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടി വരും. അല്ല വചനം അവിടെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിത്യജീവൻ നിങ്ങൾ നിത്യജീവന് വചനം നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിത്യജീവൻ എല്ലാ വചനങ്ങളിലുമില്ല. പ്രത്യേകിച്ച് കഠിന വചനങ്ങളിലേ ഉള്ളൂ. ഇത് രഹസ്യമാണ്. ലഘുവചനങ്ങളിൽ കുറവാണ്. അത് ഫിസിക്കൽ ഫേവേഴ്സ്, അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള ഭൗതിക ആനുകൂല്യങ്ങളാണ് ഉള്ളത്. ഫിസിക്കൽ ഫേവേഴ്സ്, സോക്കോൾഡ് ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളാണ് ഉള്ളത്. കഠിന വചനങ്ങളിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് പാലിക്കാൻ പ്രയാസമുള്ളൊരു വചനമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ഓർക്കുക, അത് ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, ഭൗതിക ആനുകൂല്യങ്ങളല്ല, നിത്യജീവന് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഹോംവർക്കാണ്, ഗൃഹപാഠമാണ് കഠിനപദം.